ഇത് കണ്ടോ, ഇന്നൊരു വ്യത്യസ്തമായ എന്നാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഇപ്പം എല്ലാവരും മറന്നു പോയൊരു സംഭവം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ചികട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും അമ്മമാർ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാരത് റൈസ് ഉണ്ടല്ലോ, ഭാരത് റൈസ് ഞാൻ കുതിർത്തി പൊടിച്ചതാണ്. അത് വറുത്ത് കൂട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പൊടി ബാലൻസ് ഉണ്ട്. എന്നാൽ അപ്പം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നനച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ചികടയുടെ കാര്യം ഓർമ്മ വന്നത്. ഇത് ആ അരിപ്പൊടിയിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടു. ഞാൻ തേങ്ങയും കുറച്ച് ഉപ്പും മാത്രം ഇട്ടു. ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാം. ഇനിയിപ്പം മധുരമാണ് ഇഷ്ടമുള്ളതെന്നുള്ളവർക്ക് മധുരം ഇടുക. അത് കണ്ട ഇത്തരം കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കണം. കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനെയാണ് ഈ ചികട എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉരുട്ടിയെടുക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. വേറൊരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. പക്ഷേ ഇത് കണ്ടോ, ഈ ഉരുട്ടാനുള്ളൊരു താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് കണ്ടോ പെട്ടെന്നാവും. കുറച്ച് കൂടുതൽ തേങ്ങ വേണം. പിന്നെ സ്വല്പം ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ജീരകം ഇടും ചിലർ, അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചിടാം, എന്തുവേണമെങ്കിലും ഇടാം. പക്ഷേ മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ഇടാം. എനിക്ക് ഉപ്പാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട് ഉപ്പ് ഇട്ടത്. വളരെ എളുപ്പം. കുട്ടികൾക്ക് 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു 2 മിനിറ്റ് പോലും വേണ്ട. ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഒന്നിനൊന്ന് തൊടാതെ കിടക്കുന്ന കണ്ടോ. പറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ സംഭവം റെഡിയായി കിട്ടും. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നൊരു അരി ചികട എന്നാണ് പറയുക. ഇതിലും കുഞ്ഞിതായിട്ട് വേണമെങ്കിൽ എത്ര കുഞ്ഞാക്കുന്നു അത്രയും നല്ലത്. ഞാൻ കുറച്ചൊരു വലുപ്പത്തിലെടുത്തു. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആരിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സംഭവം എന്ന് തോന്നണം ഇത്. ഇനി അറിയില്ല, ചെയ്തു നോക്കും. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ട. നമ്മുടെ ചികട റെഡി ആയിട്ടുണ്ട്. ഇതേ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് അതെടുക്കാം. ഇത് കണ്ടോ, 2 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി. ഇത് കണ്ടോ, ഇതാണ് ചികട. കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് നോക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ. കണ്ടോ, നല്ല സോഫ്റ്റാണത്. ആണ് ഉൾ സൈഡ്. കണ്ട, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂട്ടോ. മധുരമുള്ളവരാണെങ്കിൽ മധുരം ഇട്ടുണ്ടായി, ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അല്ല, ഉപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഉപ്പ്. ഞാൻ ഉപ്പിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ ചികട കണ്ട, ചികട ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ എല്ലാവരും.